ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആമീസ് ഇൻഫോ ടിപ്സ്. യൂട്യൂബിൽ തന്നെ ഒരു 1 മില്യൺ+ വ്യൂവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ടിപ്പ് ഞാൻ കണ്ട് അത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. ഈ ഒരു ഗ്യാസ് ബർണർ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കരി പിടിച്ച് നല്ല കറുത്ത കളറായി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ ടിപ്പ് അനുസരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എന്താണെന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇതുപോലെ കരിയൊക്കെ പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളൊക്കെ അടയും, അതുപോലെ ഗ്യാസ് ഒരുപാട് ചിലവാവേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇല്ലാതെ നമുക്ക് ക്ലീനാക്കി വെക്കുവാണെങ്കിലാണ് ഗ്യാസും ആവശ്യത്തിന് മാത്രം ചിലവാകുകയുള്ളൂ, നമുക്ക് നമ്മുടെ ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അടുപ്പത്ത് കുറച്ച് വെള്ളം ഒന്ന് തിളക്കാൻ വെക്കാം കേട്ടോ. തിളച്ച് വന്ന ശേഷം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു സാധനമാണ് ഈ പുളിയല്ലേ, ആ പുളിയാണ് നമ്മൾ ഇതിലോട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പറയുന്നത് പോലെ അത്യാവശ്യം വെള്ളം നല്ല രീതിയിൽ തിളച്ച ശേഷം ഒരു ഉണ്ട എന്ന അളവിൽ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നന്നായിട്ടൊന്ന് എന്ത് ചെയ്യാം, ഒരു മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പുളി അല്ലാണ്ട് തന്നെ കിടന്ന് മിക്സ് ആയിക്കോളും, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ പുളിയും ഇതും മാത്രം മതി നമ്മുടെ ഈ ഒരു ഗ്യാസ് ബർണർ ക്ലീൻ ആക്കാൻ എന്നാണ് അതിൽ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആ ഗ്യാസ് ബർണർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അത് ചെറിയ ചൂടോട് തന്നെ വെക്കണമെന്നും അതിനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ ചൂടോട് തന്നെ ഞാൻ എൻ്റെ 2 ഗ്യാസ് ബർണറും അതിനകത്ത് വെച്ച് കൊടുക്കുവാണേ. ഇതുപോലെ ഗ്യാസ് ബർണർ ക്ലീൻ ആക്കുന്ന ഒരുപാട് വിദ്യകൾ നമ്മുടെ യൂട്യൂബിലുണ്ട്. അതിൽ ഒന്നാണ് ഞാനിന്ന് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2ഉം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 8-10 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നു അത്യാവശ്യം അതിൽ മെസ്സൊക്കെ പോയിട്ടുണ്ട്, അതിൽ അഴുക്കൊക്കെ പോയി അത്യാവശ്യം ക്ലീൻ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നേരത്തെ നമ്മൾ ഇട്ടതും ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസം ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്ത് പറയുന്നത്, ഇതിനെ നമ്മൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം എടുത്ത് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകാൻ അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. വേണമെന്നുള്ളവർക്ക് ഒന്നുകൂടി ഉരച്ച് കഴുകാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് വിട്ടേക്കാമെന്നും അതിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നുകൂടി ഉരച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ കുറേ കൂടി ഇളകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ എനിക്കൊരു സംശയം, ഇത് അതിൻ്റെ പെയിൻറ്റ് ഇളകുന്നതാണോ അതോ ശരിക്കും ആ ഒരു കളർ കിട്ടിയതാണോ എന്നൊരു ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉരച്ചപ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആ ഒരു കറുത്ത കളറൊക്കെ പോയി നല്ലൊരു ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി രണ്ടാമത്തേതുണ്ടല്ലോ, ഇത് ചെറിയ ബർണറാണ്. അപ്പോൾ രണ്ടാമത്തെ ബർണർ ഞാൻ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോൾ തന്നെ അതിൽ അഴുക്കൊക്കെ, അതായത് ആ ഒരു കറുത്ത കളറൊക്കെ പോകുന്നുണ്ടായിരുന്നു. അത് ശരിക്കും കരിയാണോ അതോ അതിൻ്റെ കളറാണോ ഇളകി പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാനതും ചെയ്ത് നോക്കുന്നുണ്ടേ. ഇതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മാത്രമേ അതിലൊന്ന് ഉരച്ച് കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനും അത്യാവശ്യം പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കൂടി ഒന്ന് നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ റിസൾട്ട്. അത്യാവശ്യം നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കത്തിച്ച ശേഷമുള്ള ആ ഒരു റിസൾട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാൻ 1-2 വട്ടം യൂസ് ചെയ്ത ശേഷം ഈ ഗ്യാസ് ബർണർ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യണോ വേണ്ടോ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഞാനിതാണ് ലൈവായിട്ടുള്ള റിസൾട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ക്ലീനായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യാം, അല്ലാണ്ട് അത്രയ്ക്ക് ബെറ്റർ അല്ലാന്ന് തോന്നുന്നത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.